വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് IKGSന്റെ മുന്നോടിയായി വിവിധ തലത്തിലും വ്യത്യസ്ത ഉള്ളടക്കത്തിലുമുള്ള പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു പങ്കും പൂർത്തീകരിച്ചു കഴിഞ്ഞു. റോഡ് ഷോ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി പൂർത്തീകരിച്ചു. ഇനി ദുബായ് റോഡ് ഷോ വരുന്നുണ്ട്. കേരള ആദ്യമായി ഒരു അംബാസഡേഴ്സ് ഗെറ്റ് ടുഗദർ 31 ഡിപ്ലോമാറ്റ്സിനെ പങ്കെടുപ്പിച്ച് ഡൽഹിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അതിൽ പങ്കെടുത്തിരുന്നു. ഇത് കൂടാതെ GenAI, റോബോട്ടിക്സ്, അതോടൊപ്പം തന്നെ മാരിടൈം, ലോജിസ്റ്റിക്സ്, ഹൈടെക് ഫാമിംഗ്, ആയുർവേദ, ടൂറിസം, ലൈഫ് സയൻസ്, ഇങ്ങനെയുള്ള പല മേഖലകളിലുള്ള സെക്ടർ വൈസ് മീറ്റിംഗ്സ് നടന്നു. കൂടാതെ കേരളത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് 1000 crores മുകളിലുള്ള ടേൺ ഓവറുള്ള കമ്പനികൾ, ഇൻ ബിറ്റ്വീൻ 500 and 1000 crores ടേൺ ഓവറുള്ള കമ്പനികൾ, 100 കോടിക്കും 500, ഇങ്ങനെ 3 കാറ്റഗറി തിരിച്ച് ഇൻവെസ്റ്റ്മെന്റ് എത്ര കഴിയും, ആ മീറ്റിങ്ങുകളും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓൺഗോയിങ് ഇൻവെസ്റ്റ്മെന്റ്, ഈ സർക്കാർ വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതോ ഫർദർ ഇൻവെസ്റ്റ്മെന്റ്, ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫർദർ ഇൻവെസ്റ്റ്മെന്റ്, ഇത് പൈപ്പ് ലൈനിലാണ്. അങ്ങനെ ഒരു 200ഓളം കമ്പനികൾ, 15,000 കോടിയോളം വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇതിനകം നടത്തിയിട്ടുള്ള കമ്പനികളുടെയും ഒരു കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നെ കേരളത്തിലെ കമ്പനികളുമായി സാങ്കേതിക പാർട്ണറായിട്ടോ ജോയിന്റ് വെഞ്ചറായിട്ടുള്ള ഫോറിൻ കമ്പനീസ് ഇൻക്ലൂഡിങ് MNCs, അവരുമായിട്ടുള്ള ആശയവിനിമയവും നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് ഈ സ്റ്റാർട്ടപ്പ് കോൺക്ലേവ്. ഇന്ന് തിരുവനന്തപുരത്ത് ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവ് വരുന്നുണ്ട്. പിന്നെ വിഴിഞ്ഞം ഫോക്കസ് ചെയ്തിട്ട് 2 ദിവസത്തെ ഒരു കോൺക്ലേവ് കൂടി തിരുവനന്തപുരത്ത് കർട്ടൻ നിലയിൽ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് സ്റ്റാർട്ടപ്പുകളുടെ ഈ കോൺക്ലേവ് ഗെറ്റ് ടുഗദറിനെ നമ്മൾ കാണുന്നത്. ഞാൻ മറ്റ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ പോളിസീസ്, everything is already presented by MD, KSIDC and other team of industries and also startup mission. നിങ്ങൾ വച്ച കുറെ നിർദ്ദേശങ്ങൾ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഞാൻ സമയാധികതയ്ക്കാതെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇന്ന് വന്നോന്നറിയില്ല, നേരത്തെ ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ നടത്തിയിരുന്നു സ്റ്റാർട്ടപ്പുകളായി. അന്ന് കണ്ട 2 ഭാഗം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രോട്ടോടൈപ്പ് ഡിസൈൻ ഉണ്ടാകുന്ന കേരളത്തിലെ പരിമിതി. 2, ഡിസൈൻ അതിനകത്തുള്ള മാൻ പവറിനുള്ള കുറവ് കേരളത്തിലുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ നമ്മൾ അവിടെ വന്നിരുന്നു. ഇപ്പോ 3 കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഒന്ന്, ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്രൈസിസ് നിങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 10 കോടിയാണ് നമ്മുടെ പരമാവധി നൽകുന്ന സപ്പോർട്ട്. ചിലപ്പോൾ ചില സ്റ്റാർട്ടപ്പുകൾ പെട്ടെന്ന് കൂടുതൽ ഡിമാൻഡ് വരും. അങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ക്രൈസിസ് നേരിടും. ബാങ്കുകളുടെ സാധാരണ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ എളുപ്പമായിരിക്കില്ല ചിലപ്പോൾ കിട്ടാൻ. അവരുടെ കൊളാറ്ററൽ സെക്യൂരിറ്റി, മറ്റു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ വാട്ട് ഈസ് ബി ഡൺ ബൈ ദ ഗവൺമെന്റ് സെക്ടർ? അതിൽ നമുക്ക് ചെയ്യാവുന്നത് എഗെയിൻസ്റ്റ് ഓർഡേഴ്സ്, സപ്ലൈ ഓർഡേഴ്സ്, നമുക്കൊരു ലോൺ സ്കീം ആവിഷ്കരിക്കാമോ എന്നുള്ളത് നോക്കാം. പക്ഷെ ഒരു എസ്ക്രോ അക്കൗണ്ട് വേണ്ടി വരും. വരുന്നത് ആ അക്കൗണ്ട് വഴി കൊണ്ടുവരും. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും KSIDCയോ KSFEയോ, അതോടൊപ്പം തന്നെ വി ക്യാൻ ഡിസ്കസ് വിത്ത് SLPC ഓൾസോ. ഇഫ് എനി ബാങ്ക്സ് ആർ ഇൻട്രസ്റ്റഡ്, ദെൻ വി ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് ദം ഇൻ ദിസ് സിസ്റ്റം. അപ്പോൾ വർക്കിംഗ് നിങ്ങൾക്ക് ഒരു സപ്ലൈ ഓർഡർ വന്നാൽ ആ സപ്ലൈ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയി നിങ്ങൾക്ക് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ നൽകുക. നിങ്ങൾക്ക് അതിനുള്ള ഇത് പ്രൈസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ അക്കൗണ്ടിൽ പോകും. അക്കൗണ്ടിന് ബാങ്കിനെടുക്കാം, അല്ലെങ്കിൽ KSFE എടുക്കാം, അല്ലെങ്കിൽ KSIDCക്ക് എടുക്കാം. ആ ഫണ്ട് റിവോൾവിംഗ് ആയിട്ട് വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കാൻ കഴിയും. ഈ ഐഡിയ നമുക്കൊന്ന് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദ IKGS നമുക്ക് അതിനകത്തൊരു ഡിസിഷനിലേക്ക് എത്താം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ഹാപ്പി അല്ലേ? പ്രതികരണമൊന്നും കാണുന്നില്ല. രണ്ടാമത്തേത്
രണ്ടാമത്തെ നമുക്ക് പിച്ചിങ് ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ വരാൻ IT റിലേറ്റഡ് സ്റ്റാർട്ടപ്സ് മാത്രമായിരിക്കും. IT റിലേറ്റഡ് സ്റ്റാർട്ടപ്സിന് കുറെ കൂടി പെട്ടെന്ന് വളരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മോർട്ടാലിറ്റി റേറ്റ് 85 to 90% ആണ് മരണനിരക്ക്. സ്റ്റാർട്ടപ്പുകൾ സക്സസ് റേറ്റ് ഒരു 5 to 10% ഉണ്ടാവും. പക്ഷെ പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, വിജയത്തിലേക്കുള്ള ഒരു വഴി പിന്നിട്ട് മാത്രമേ പറയേണ്ടതുള്ളൂ. പക്ഷെ പരാജയപ്പെട്ടത് അത് ഒരു അനുഭവം കിട്ടി, അടുത്തേക്ക് നോക്കാം, അതാണ്. അപ്പോ വിജയത്തിലേക്കുള്ള ഒരു പടിയായിട്ട് കണ്ടാൽ മതി. മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് സ്റ്റാർട്ടപ്പിന് ഒരു മരണം സംഭവിച്ചതേ, നമ്മുടെ ചിന്ത കുറെ കൂടി ശക്തിപ്പെടാൻ ഒരു അനുഭവം കിട്ടിയത് കൂടി കാണാം. ഈ സ്റ്റാർട്ടപ്പുകൾ രണ്ട് തരത്തിൽ, ഒന്ന് IT റിലേറ്റഡ്, രണ്ട് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സ്. ഇത് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. IT റിലേറ്റഡിന് കുറെ കൂടി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ മാനുഫാക്ചർ റിലേറ്റഡ് ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഡിവൈസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ റെഗുലേറ്ററി തന്നെ കുറെ മെക്കാനിസം ഉണ്ടാവും. ടെസ്റ്റിംഗ്, ക്ലിനിക്കൽ ടെസ്റ്റിംഗ്, ഇങ്ങനെ കുറെ മെക്കാനിസം ഉണ്ടാവും. അതിന് കുറെ ചെലവ് വരും. അപ്പൊ നല്ല പ്രൊജക്റ്റ് ഈ ഘട്ടത്തിൽ ചിലപ്പോൾ കാലയളവിന് വരാം. അതെങ്ങനെ സപ്പോർട്ട് ചെയ്യും? വെർച്വൽ ക്യാപിറ്റൽ നോക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരുമെന്നുള്ളതായിരിക്കും. എന്നാൽ അവരല്ലാതെ സഹായിക്കുന്നുണ്ട്. ഇപ്പോ ജെൻ റോബോട്ടിക്സിന്റെ രണ്ടാമത്തെ പ്ലാന്റ് ഉദ്ഘാടനത്തിന് കല്ലിടാൻ ഞാൻ ചെന്നപ്പോ പാലക്കാട്, അവിടെ വെർച്വൽ ക്യാപിറ്റലുണ്ടായിരുന്നു. അപ്പൊ അവര് അവിടെ വെച്ച് പറഞ്ഞു, ഞങ്ങൾ ഇവർ ആദ്യം കാണുമ്പോൾ ഇവര് കാർബോർഡ് പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോ പാർക്കിലെ ചെറിയ മുറി. അന്ന് മുഖ്യമന്ത്രി, കഴിഞ്ഞ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി ചെറിയ സ്പേസ് കൊടുത്തിരുന്നു, അവിടെ ഇരുന്നിട്ടാണ്. പക്ഷെ ഇവരുടെ ഐഡിയ കണ്ടപ്പോൾ കൊള്ളാൻ തോന്നിയിട്ടാണ് ഞങ്ങൾ അപ്പൊ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. നേരെ ചെക്ക് കൊടുക്കുകയും ചെയ്ത്, നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വെർച്വൽ ക്യാബിനറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പോയിരുന്നു, ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. പ്രൊസീഡിങ്സ് ഞങ്ങൾ സമയം എടുത്തപ്പോഴേ നിങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ സക്സസ്ഫുൾ ആകുമെന്നുള്ള ഒരു ടെസ്റ്റ് പാസ്സായി, അതാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് വരുന്നത്. പാസ്സായാൽ വെർച്വൽ ക്യാപിറ്റലിലേക്ക് കിട്ടും. പക്ഷെ ചിലത് കുറെ കൂടി സമയം എടുക്കുന്നതായിരിക്കും. അപ്പൊ അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് പറ്റുമോ? ഇവിടെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ കേരളത്തിന്റെ പ്രത്യേകത ഹെൽത്ത് കെയറിൽ നമ്മൾ മുൻപിലാണ്. അപ്പൊ ഞാൻ സൂക്ഷ്മമായി നോക്കുമ്പോൾ ചിലത് പറയില്ല കേരളത്തിൽ മുൻപിലുള്ള ബാക്കിയുള്ളവർ പോകുന്നുണ്ട്. അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ലോകത്തുള്ള വൃദ്ധരെ വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾ ക്ലാസ് ആയിട്ടുള്ള കെയർ ഹോം കൂടെ കൊടുക്കുന്നു. അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, ഹോസ്പിറ്റൽ ഫെസിലിറ്റി, നല്ല കെയർ കിട്ടുന്നു. നേഴ്സസ് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഹരാരിയുടെ നെക്സസ് വായിച്ചിട്ട് അവർ പറയുന്നത് ഡോക്ടർമാരുടെ ജോലി ചിലപ്പോൾ AI കൊണ്ടുപോകും. കാരണം ഡയഗ്നോസിസ്, അനാലിസിസ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഡോക്ടർമാർ പോകുന്നു. ബാക്കി റോബോട്ട് ചെയ്യും. നേഴ്സുമാർക്ക് അത്ര എളുപ്പമല്ല. അവരുടെ ആശ്വസിപ്പിച്ച് മുറിവ് ഉണക്കി ഇഞ്ചക്ഷൻ കൊടുത്ത് അതിന് AI റോബോട്ട് അത്ര എളുപ്പമാവില്ല എന്നാണ് ഹരാരി പറയുന്നത് നെക്സസ്. എന്തായാലും നമുക്ക് അത് കൊണ്ടുവരാം, ഒരു സാധ്യത പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഇതിനകത്ത് ഒരു ഫണ്ട് പറ്റുമോ? ഞങ്ങൾ ദുബായിൽ പോകുന്നുണ്ട് റോഡ് ഷോയ്ക്ക്. അവിടെ NRI ഫണ്ട് KSIDC ചെറിയൊരു പറ്റുമോ? ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെക്കാനിസം സാധ്യമാകും. വെർച്വൽ ഫണ്ട് അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു മെക്കാനിസം വേണ്ടി വരും. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ഒരു അഷുറൻസ് ഞാനിപ്പോൾ നൽകുന്നില്ല, എങ്കിലും വി കൻ ഡിസ്കസ് ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മൂന്ന് അക്വിസിഷൻ, മെർജേഴ്സ് അല്ല അക്വിസിഷൻ, മെർജർ വരുന്ന അക്വിസിഷനാണ്. അതിപ്പോ കേരളത്തിൽ ഇപ്പോൾ ചില വിദേശ കമ്പനികൾ അക്വിസിഷൻ നടന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മുതൽ വലുത് വരെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ലോകോത്തര കമ്പനി ഓർക്കില ഈസ്റ്റേൺ അക്വയർ ചെയ്തു, വിപ്രോ ബ്രാഹ്മിൻസിനെ അക്വയർ ചെയ്തു, വിപ്രോ നിറവറെ അക്വയർ ചെയ്തു. അങ്ങനെ വലിയ കമ്പനികളെ തന്നെ അക്വിസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പോസിറ്റീവ് സൈഡ് അവരിവിടെ തന്നെയാണ് മാനുഫാക്ചറിങ്, ലേബൽ ഉപയോഗിച്ച് ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ്, അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫർദർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അത് പോസിറ്റീവ് അൺഎംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പോ ചില സ്ഥാപനങ്ങൾ, ഇപ്പോ സഫ്രാൻ പോലുള്ളതൊക്കെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പുകളെ തന്നെ അവര് അക്വയർ ചെയ്തിട്ട് നേരിടുകയാണ്. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ITGS അതിനും ഒരു പ്രത്യേകമായിട്ടുള്ള സെഷൻ നമ്മൾ രൂപത്തിൽ അത് നോക്കാം. എന്തായാലും നിങ്ങളുടെ കടൽ വളരെ എല്ലാവരും അവരുടെ കലണ്ടറിൽ കടൽ സമയം അനുസരിച്ചാണ് പറഞ്ഞ് ക്രമീകരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറെ
അംഗീകൃതമായ സംവിധാനമായി മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ പങ്കെടുക്കുകയുണ്ടായി. IKGS കഴിയുന്നതോടെ നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇയർ ഓഫ് എന്റർപ്രൈസസ് വന്നു. നമുക്ക് ചെറിയ എന്റർപ്രൈസസ് ഒരു 3.5 ലക്ഷത്തോളം ഈ കാലയളവിൽ വന്നു. 22,000 crore ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ പുറത്തുനിന്നല്ല, നമ്മുടെ പണം ക്യാപിറ്റലായി മാറി. ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കും, അത് ക്യാപിറ്റലായി മാറി. ചിലപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിരിക്കും, ക്യാപിറ്റലായി മാറി. ചിലപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിരിക്കും, ക്യാപിറ്റലായി മാറി. എപ്പോഴാണ് പണം ക്യാപിറ്റലായി മാറുന്നത്, അതോടുകൂടി എംപ്ലോയ്മെന്റ് കൂടി വരും. ആ എംപ്ലോയ്മെന്റ് ജനറേഷൻ നമുക്കിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി കേരള ഹാസ് ബീൻ റാങ്ക്ഡ് നമ്പർ 1. അത് വലിയൊരു അച്ചീവ്മെന്റ്. 28 നമ്മുടെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പൊ നമ്മുടെ മുൻപിൽ ആരുമില്ല. എന്ന് വെച്ചാൽ വ്യവസായത്തിൽ നമ്മുടെ മുൻപിൽ ആരുമില്ല നമ്മൾ കാണില്ല. വ്യവസായം തുടങ്ങാനുള്ള അന്തരീക്ഷത്തിൽ ഇപ്പൊ നമ്മുടെ മുൻപിൽ ആരുമില്ല. ദിസ് ഇസ് റൈറ്റ് ടൈം. നമുക്കെല്ലാം ഒരുങ്ങി വന്നിട്ടുണ്ട്. അത് നന്നായി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. IKGS കഴിയുമ്പോൾ ഇയർ ഓഫ് എന്റർപ്രൈസസ് മാറി ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കും. വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ, വലിയ മാനുഫാക്ചറിങ് അത്ര ആയിരിക്കില്ല. എന്നാൽ മാനുഫാക്ചറിങ് വേണ്ടി വരും. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മാനുഫാക്ചറിങ്ങിനെതിരാണല്ലോ, മാനുഫാക്ചറിങ് വേണ്ടി വരും. ഹൈടെക് മാനുഫാക്ചറിങ്. ഇപ്പൊ വലിയ മാനുഫാക്ചറിങ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. മനുഷ്യാധ്വാനം കുറവാണ്. റോബോട്ടുകളാണ് എല്ലാം. 3-4 പേര് മതി. നേരത്തെ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ വേണമായിരുന്നു. ഇപ്പൊ അത് റോബോട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ മനുഷ്യൻ വേണമായിരുന്നു. ഇപ്പൊ പ്രോഗ്രാമും AI എഴുതുന്നുണ്ട്. നേരത്തെ നമ്മൾ നോക്കിയാൽ മതി, സെർച്ച് എഞ്ചിൻ നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം. ഇപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കണ്ട, 5-6 ഡിസിഷൻ തരും. നേരത്തെ മനുഷ്യനെ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഇതിന് അനലൈസ് ചെയ്തിട്ട് 3-4 ഓപ്ഷൻസ് തരും. ഈ ഡിസിഷൻ ആകാം, ഈ ഡിസിഷൻ ആകാം, ഈ ഡിസിഷൻ ആണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് ഉണ്ട്, ഈ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അതിവേഗത്തിൽ മാറുന്നത്. ഇപ്പൊ ടൂൾ മാറി, ഏജൻസ് ആയി. നേരത്തെ ടൂളാണ്, ഇപ്പൊ ഏജൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഏജൻസിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് കേരളം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ്. അപ്പൊ ആ സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ് IKGS ശ്രമിക്കുന്നത്. അവർ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിന് ഏറെ ശ്രദ്ധേയമായ പങ്കുവഹിക്കാൻ കഴിയും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതാണ് എല്ലാ കമ്പനികളും ഇങ്ങോട്ട് വരുന്നത് പ്രധാനം. ഇപ്പൊ GCC നമ്മൾ കേരളം അതിന്റെ പുതിയതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ GCC മാറി GTC വന്നിട്ടുണ്ട്, ഗ്ലോബൽ ടെക്നോളജി സെന്റേഴ്സ്. GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ, പുതിയത് ഗ്ലോബൽ ടെക്നോളജി സെന്റർ ആണ്. നമ്മൾ അതിനും സൗകര്യങ്ങൾ ഒരുക്കാനും ശ്രമിക്കുന്നത്. ലോകത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾ കേരളത്തിന് വലിയ സാധ്യത തുറന്നിരുന്നത്. അതാണ് സ്റ്റാർട്ടപ്പ് സംവിധാനം വഴി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങൾക്കും ഗവൺമെന്റ് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. IKGS സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഈ പിച്ചപ്പിന്റെയും മറ്റു രൂപത്തിലുള്ള നിങ്ങൾക്കും മെന്റേഴ്സ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാനും കാണുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നതായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ച് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir, for your enlightening words. Ladies and gentlemen, കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.